കർക്കിടകം 1 കേരളത്തിൽ ആയുർവേദ ചികിത്സയുടെ കാലം ആരംഭിക്കുകയായി. കർക്കിടക ചികിത്സ പണ്ട് മുതലേ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്താണ് കൂടുതൽ പ്രചാരത്തിലും ആയിത്തീർന്നത്. എന്താണ് കർക്കിടക ചികിത്സ? ഇതിൻ്റെ ആവശ്യകത എന്താണ്? നിത്യേന അഭ്യംഗം ചെയ്യുക. അത് പറയുന്നുണ്ട് ആയുർവേദത്തിൽ, അഭ്യംഗം ആചരയിൽ നിത്യം. നിത്യവും തലയിലും ദേഹത്തും എണ്ണ തേച്ച് കുളിക്കുക, എണ്ണ തിരുമ്പി കുളിക്കുക, ഇതെല്ലാം പതിവായിരുന്നു. കുളങ്ങളിൽ പോയി പുഴകളിൽ പോയി കുളിച്ചിരുന്നു. പിന്നെ അതെല്ലാം മലീമസമായി തീർന്നതോടുകൂടി ആളുകൾ കുളത്തിൽ പോകാൻ മടിയായി, പുഴയിൽ പോകാൻ മടിയായി, എണ്ണ തേച്ച് കുളിക്കാൻ മടിയായി. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കാലത്ത് ഇതിനെല്ലാം സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇന്നതെല്ലാം പോയി അണുകുടുംബങ്ങളായി, എല്ലാവരും ബദ്ധപ്പാടിൻ്റെ വക്കിലാണ്. അപ്പോൾ തേച്ചുകുളി എന്നത് ഇല്ലാതായ ഒരു സന്ദർഭത്തിൽ ധാരാളം ആയുർവേദ ആസ്പത്രികളും നഴ്സിംഗ് ഹോമുകളും ഉടലെടുത്തു. അവിടെ പോയി ഒരു 15 ദിവസമെങ്കിലും മിനിമം ചെയ്യുക, കർക്കിടക ചികിത്സ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറി. പ്രധാനമായും പഞ്ചകർമ്മങ്ങൾ ചെയ്യാനാണ് പലരും വരുന്നതെങ്കിലും എല്ലാ കർമ്മങ്ങളും, പഞ്ച എന്ന് പറഞ്ഞാൽ 5 5 കർമ്മങ്ങളും ചെയ്യാനുള്ള അത്രയും സമയം രോഗികൾക്ക് കിട്ടില്ല. കാരണം ഓരോ ചികിത്സയ്ക്കും ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും മിനിമം വേണം. 35 ദിവസം കിടന്ന് ചികിത്സിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് പഞ്ചകർമ്മങ്ങളിൽ ഏതാണോ അനുയോജ്യം അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ ചിലർക്ക് പിഴിച്ചിലാവാം, ചിലർക്ക് നവരക്കിഴിയാവാം, വേറെ ചിലർക്ക് ധാരയാവാം, വേറെ ചിലർക്ക് നസ്യമാവാം. അവരുടെ അസുഖത്തിനനുസരിച്ച് അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയനുസരിച്ച് വൈദ്യൻ തിരഞ്ഞെടുക്കുന്നു ഇന്ന ചികിത്സ ചെയ്യാമെന്ന്. ചിലർക്ക് 1 2 ചികിത്സകളും ഇതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. പിന്നെ പ്രമേഹം ധാരാളം വർദ്ധിച്ചു വന്നപ്പോൾ പലർക്കും ഈ പെരിയാർത്രൈറ്റീസിൻ്റെ ലക്ഷണങ്ങൾ ധാരാളം കാണാം. ഒരു കൈ പൊക്കാൻ വയ്യായ, അങ്ങനെ പൊക്കാൻ നോക്കുമ്പോൾ വേദനയുണ്ടാവുക. അത് ഇടത് കൈയിനോ വലത് കൈയിനോ വരാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് ഒരു കിഴിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഉപനാഹം എന്ന് പറയും, മരുന്ന് അരച്ച് അല്ലെങ്കിൽ മരുന്ന് പേസ്റ്റാക്കി വെച്ച് കെട്ടുന്ന ഒരു രീതിയാണ് ഉപനാഹം എന്ന് പറയുന്നത്. അപ്പോൾ സൈനസൈറ്റീസ് പോലെയുള്ളവർക്ക് നസ്യം ചെയ്യേണ്ടതായിട്ട് വരും. മറ്റു ചിലർക്ക് അബ്ഡോമിനൽ കാവിറ്റിയിൽ ഗ്യാസ് നിറഞ്ഞ് ഗുന്മം എന്നൊക്കെ ഞങ്ങൾ പറയും. അത്തരം അവസ്ഥകളിൽ അവർക്ക് വസ്തി എന്ന ചികിത്സയാണ് വേണ്ടത്. അതുതന്നെ കഷായവസ്തിയും തൈലവസ്തിയും ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ കർക്കിടക മാസത്തിലാണ്. ഇങ്ങനെ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ ചികിത്സകൾ പഴയ കാലത്തൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു രോഗി വന്നാൽ 45 ദിവസം വരെ നഴ്സിംഗ് ഹോമിൽ കിടക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള സമയമില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചികിത്സയോട് കൂടി തന്നെ ചിലർ തക്രധാര വേണം എന്ന് പറയും. തക്രധാര ഇവിടെ വൈദ്യരത്നത്തിലൊന്ന് ഇങ്ങനെ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുക വളരെ അപൂർവമാണ്. അത് തുലാമാസത്തിലേ ചെയ്യുള്ളൂ. അത് തന്നെ പറയും, തുലാം 10 കഴിഞ്ഞാൽ, തുലാമാസം 10 കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം മഴ കുറയും. ഇടിവെട്ടോടു കൂടിയുള്ള മഴയുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം, അതാണ് തുലാവർഷത്തിൻ്റെ രീതി. അപ്പോൾ അത് കഴിഞ്ഞാൽ, തുലാം 10 കഴിഞ്ഞാൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യും, തക്രധാര മുതലായിട്ടുള്ള ചികിത്സകൾ ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് ധാരാളം കാണുന്ന സോറിയാസിസ് കേസുകളിലൊക്കെ തക്രധാരയ്ക്ക് വളരെയേറെ
പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മളത് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ആരഗ്വധാതി തക്രധാര, അതുപോലെ സോറിയാറ്റിക് ആർത്രൈറ്റീസിന് ദ്വാദശാമൃതം തക്രധാര എന്നീ ചികിത്സകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സ്നേഹപാനം ചെയ്യുക. സ്നേഹപാനം ചെയ്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വിയർപ്പിക്കുക. ത്വഗ്രോഗങ്ങളിൽ അമിതമായിട്ട് വിയർപ്പിക്കുന്ന പതിവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വയറിളക്കുക, എന്തെങ്കിലും നല്ല തീക്ഷ്ണമായ മരുന്ന് കൊടുത്ത് വയറിളക്കുക. കഴിഞ്ഞാൽ പിന്നെ നേരെ തക്രധാരയിലേക്ക് കൊടുക്കും. പിന്നെ കർക്കിടകത്തിലെ മറ്റൊരു വിശേഷമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത്. അതിൻ്റെ ശരിക്കുള്ള ഒരു തത്വം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു കേരളം. അപ്പോൾ കർക്കിടകത്തിൽ ഒന്നും ഉണ്ടാവില്ല, പത്തായത്തിൽ നെല്ലും ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല. അങ്ങനെ വന്ന സമയത്ത് ഉള്ള അരി കൊണ്ട് കഞ്ഞി വെച്ച്, കൂട്ടുകുടുംബമാണല്ലോ, എല്ലാവർക്കും വിളമ്പും. അപ്പോൾ ആ സമയത്ത് പച്ചില കറികളൊക്കെ ആയിട്ട് കൊടുക്കും. എന്തെങ്കിലും ചില മരുന്നുകളൊക്കെ ചേർത്തുള്ള ചമ്മന്തി പോലത്തെ ചേർത്ത് കൊടുക്കും. ഇതൊക്കെയാണ് അന്നത്തെ ഒരു കാലം. ഇന്നത് അഗ്നിമാന്ദ്യം എന്ന് പറയും. ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ മോശമായി വരുന്നൊരു കാലമാണ്. കാരണം ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ വളരെ മാറി, എല്ലാം കൃത്രിമമായ ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാക്കാതെ ഹോട്ടലുകളിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്ന ഒരു രീതി. നമ്മളുടെ പഴയ കാലത്ത് ഇഡ്ഡലി, ദോശ മുതലായ ആവിയിൽ വേവിക്കുന്ന ഇടിയപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഇല്ലാതായി. ഒക്കെ കൃത്രിമമായി കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പോഴന്നെ പല കുട്ടികളും ബ്രെഡും ജാമും കഴിക്കുക രാവിലെ. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അപ്പോൾ ആവിയിൽ വേവിച്ച ഭക്ഷണം ലഘുവായിരിക്കും, ദഹിക്കാൻ എളുപ്പമായിരിക്കും. അതേസമയത്ത് ഗുരുത്വമുള്ള ചപ്പാത്തി, പൂരി ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം മോശമാകും. കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു 7 ദിവസമോ 14 ദിവസമോ, വാസ്തവത്തിൽ 28 ദിവസം വേണ്ടതാണ്, എങ്കിൽ പോലും മരുന്നിട്ടുണ്ടാക്കുന്ന കഞ്ഞി, അതാണ് ഔഷധക്കഞ്ഞി. അത് അരിയാറ്, ജീരകം, ചുക്ക്, അയമോദകം ഇങ്ങനെയുള്ള ദീപനം ഉണ്ടാക്കുന്ന മരുന്നുകൾ അത് ഇട്ട് കഷായം വയ്ക്കും. ആ കഷായത്തിൽ പൊടിയരി കഞ്ഞി വെച്ചിട്ട് അത് കൂട്ടിയിട്ട് ആഹാരം കഴിക്കുക. അതിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനുള്ള ചമ്മന്തികൾ അതൊക്കെ മരുന്ന് ചേർത്തതാവും. മുത്തിള എന്ന് പറയും, തെക്കൻ തെക്കലിക്ക് കുടകൻ എന്ന് പറയും. അത് ചമ്മന്തിയായിട്ടുണ്ടാക്കുക, അത് തൊട്ട് നക്കുക. ഇതൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നന്നാക്കാനുള്ള ഒരു ഉപായമാണ്. അങ്ങനെയുള്ള കർക്കിടക കഞ്ഞി. പിന്നെ ഔഷധ സേവ കർക്കിടകത്തിലുള്ളതാണ്. ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ, ധന്വന്തരി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഔഷധ സേവയുണ്ടാവും. കാരണം കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വയറിന് അസുഖങ്ങൾ വരിക. ആ വരുന്ന അസുഖങ്ങളുടെ സമയത്ത് മുക്കുടി നിവേദ്യം, ഇവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം വളരെ പ്രശസ്തമാണ്. ധന്വന്തരി ക്ഷേത്രങ്ങളിൽ മുക്കുടി ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരം മുക്കുടികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതെല്ലാം ആയുർവേദ ഔഷധങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അത് ഒരു ദിവസം കഴിക്കുക എന്നുള്ളതല്ല, 7 ദിവസമെങ്കിലും മിനിമം കഴിക്കുക. അതിന് കാരണം ധാതു പരിണാമത്തോട് ബന്ധപ്പെട്ടാണ് അത് പറയുക. മുക്കുടി സേവ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കഞ്ഞികൾ. കഞ്ഞികളെന്ന് പറഞ്ഞാൽ ഓരോ രോഗത്തിനനുസരിച്ചാണ് കഞ്ഞി നിശ്ചയിക്കുക. ഇപ്പോൾ പൈൽസ്, അർഷസ് എന്ന് ഞങ്ങൾ പറയും, പൈൽസിന് പറ്റിയ കഞ്ഞി, വയറിളക്കത്തിന് പറ്റിയ, അതിസാരം എന്ന് പറയുന്നതിന് പറ്റിയ കഞ്ഞി, ഗ്രഹണീദോഹം, ഡിവോഡിനത്തിന് വരുന്ന അസുഖങ്ങളെ കൊണ്ടുണ്ടാകുന്ന വയറിന് വരുന്ന അസുഖങ്ങൾക്ക് ഒരു കഞ്ഞി. ഇത് എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ദ്രവ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിയാറ്, ജീരകം, ചുക്ക് മുളക് തിപ്പലി, അയമോദകം ഇങ്ങനെയുള്ള ദീപന പാചനങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങൾ കഷായം വെച്ച് ആ കഷായത്തിൽ പൊടിയരി ഇട്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്നു. കുറച്ചും കൂടെ വാതരോഗികൾക്ക് കൊടുക്കുന്ന കഞ്ഞി എന്ന് പറഞ്ഞാൽ ദശമൂലം ഇട്ട് വെള്ളം തിളപ്പിക്കുക, ആ വെള്ളത്തിൽ പൊടിയരി ഇട്ടിട്ട് കഞ്ഞി വയ്ക്കുക. അതിപ്പോൾ നവരേരി ആവാം, സാധാരണ അരിയാവാം, കുറുമണി എന്നൊക്കെ പറയുന്ന ആ അരി കൊണ്ട് നമുക്ക് കഞ്ഞി വയ്ക്കാൻ വിരോധമില്ല. അപ്പോൾ പൊതുവിൽ ഇന്ന് കർക്കിടക കഞ്ഞിക്ക് പലരും ഓരോ കൂട്ടുണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഉദ്ദേശം, ആത്യന്തികമായ ഉദ്ദേശം തന്നെ ഇതാണ്, ദീപനവും പാചനവുമായിട്ടുള്ള മരുന്നുകളെ കൊണ്ട് തയ്യാറാക്കുന്ന കഞ്ഞി.
അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും, നല്ല രുചിയുണ്ടാവും, വയറ്റിൽ നിന്നുള്ള ആ മോഷൻ കാര്യങ്ങളൊക്കെ ആ ബവൽ മൂവ്മെൻറ്റ്സ് കൃത്യമാവും. ഇതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം.